മാലിനി, മാലിനിയുടെ കസിനെ ഒന്ന് വിളിച്ചേ. കസിനോ? സുരേഷാണോ? അതെ. സുരേഷ് ഇവിടെ അല്ലല്ലോ താമസിക്കുന്നത്. എന്താ കാര്യം? എന്താ സംഭവിച്ചത്? അയാളോട് കാര്യം ചോദിക്കാറുണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് എന്നോട് പറഞ്ഞൂടെ? ഇന്നലെ ബാറിൽ വെച്ച് സുരേഷിനെ ഞാൻ കണ്ടിരുന്നു. ആവശ്യമില്ല ഒന്ന് രണ്ടും പറഞ്ഞ് എന്റെ മെക്കെട്ട് കയറി. രാത്രി ഫ്ലാറ്റിൽ വെച്ച് ആരോ എന്നെ ആക്രമിച്ചു. എന്റെ ഓഫീസ് ആകെ നാശാക്കി. സുരേഷ് ആണോ അതിന്റെ പിന്നിലെന്ന് എനിക്കൊരു സംശയം. അതറിയാൻ ഞാൻ വന്നത്. സുരേഷ് വരുമ്പോ ഞാൻ പറയാം. ആരാ വന്നത്? ഇത് മിസ്റ്റർ ഹരിഹരൻ, എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഉഷയുടെ ബ്രദറാ. ഇത് ഡോക്ടർ മോഹൻ, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാ. സുരേഷ് ആണ് ഇതിന്റെ പിന്നിലെങ്കിൽ അവനതിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞേക്കും. പറ്റേ? എന്താ വല്ലേ പ്രശ്നം? പറയാം. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ സാർ? കംപ്ലൈന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? അവര് വന്ന് എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ടങ്ങ് പോകും. ഹലോ, സേഫ് സെക്യൂരിറ്റി സർവീസ്. എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. വീട്ടിൽ വന്നാൽ മതി. ഐ വിൽ വെയിറ്റ് ഫോർ യു. ശരി, ഞാൻ വരാം. ഓക്കെ. നീ എത്തിയോ? വാ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ കത്തിക്കരിഞ്ഞൊരു ബോഡിയെ കുറിച്ച്? ബ്രോഡ്വേയിലുള്ള ഒരു സ്വർണ്ണക്കടക്കാരൻ ആ ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവളുടെ പേര് രാജ്യം തന്നെയാണ്. നാഷണൽ ഹോട്ടലിൽ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലും മെയിൻ കൃഷി വേറെയായിരുന്നു. അതേടാ, മറ്റേത് തന്നെയായിരുന്നു. അവളുടെ കസ്റ്റമർ ആയിരുന്ന സ്വർണ്ണക്കടക്കാരൻ അവൾക്ക് സമ്മാനിച്ചതായിരുന്നു ആ $. ദേ നോക്ക്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെടിയേറ്റിട്ടാണ് അവൾ മരിച്ചിട്ടുള്ളത്. 2 ബുള്ളറ്റ് കൊണ്ട് അവളുടെ ബോഡിയിലുണ്ട്. ഒരു ബുള്ളറ്റ് നേരെ അവളുടെ ചങ്കിൽ തന്നെ തറച്ചു. അതാണ് മരണകാരണം. മറ്റൊന്ന് അവളുടെ വലത്തെ ഉരയിൽ തട്ടി എവിടെയോ തെറിച്ചു പോയിട്ടുണ്ട്. ആളെ ഒരിക്കലും കണ്ടുപിടിക്കരുതെന്നുള്ള ഉദ്ദേശം കൊണ്ടാവാം മരിച്ച സ്ഥലത്ത് നിന്നും ബോഡി ദൂരെ കൊണ്ടുപോയി കത്തിച്ചത്. പക്ഷെ എന്തോ ബോഡി പൂർണ്ണമായി കത്തി നശിച്ചില്ല. കുറച്ചുനാൾ മുമ്പ് അവൾ ജോലി വിട്ടു. താമസിച്ചിരുന്ന ഹോസ്റ്റലും. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നീ ഫില്ലപ്പ് ചെയ്യണം. ഞാനോ? അവളെ കുറിച്ച് എനിക്കെന്തറിയാം? ആ പെണ്ണ് ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ അന്വേഷിക്കാനായി ഇൻട്രഡക്ഷൻ തന്നത് ഞാനല്ലേ. വെറുതെ നീ ആ പെണ്ണിനെ അന്വേഷിക്കില്ലല്ലോ. സോ പ്ലീസ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ഒരു കസ്റ്റമർക്ക് വേണ്ടിയാണ് ഞാൻ ആ പെണ്ണിനെ അന്വേഷിച്ചത്. പക്ഷെ ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചില്ല. നുണ. ഇല്ല പീറ്റർ, ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഒന്നും തന്നെ ആ പെണ്ണിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. നുണ. എന്നാപ്പോ പറയാൻ എനിക്ക് സൗകര്യമില്ല. അല്ല പിന്നെ. ക്യാപ്റ്റൻ, ആരാ നിന്റെ ഈ കസ്റ്റമർ? പറയടാ. നീ വിശ്വസിക്കില്ല, എങ്കിലും പറയാം. ശരിയായ പേരോ അഡ്രസ്സോ പറയാൻ മടിയുള്ള ഒരു കസ്റ്റമർ ഈ പെണ്ണിന്റെ ഇപ്പോഴത്തെ സർക്കംസ്റ്റൻസസ് എന്താണെന്ന് അന്വേഷിച്ചറിയാൻ പറഞ്ഞു. ആകെ അറിയാവുന്നത് ഈ പെണ്ണ് നാഷണൽ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു എന്ന് മാത്രമാണെന്നും പറഞ്ഞു. അല്പം ദാരിദ്ര്യമുള്ള സമയത്തും കൂടിയാ കൂടുതൽ ഇറക്കാതെ ഓഫർ സ്വീകരിച്ചത്. ആ കസ്റ്റമർ നിന്നെ പിന്നെ കോണ്ടാക്ട് ചെയ്തു? ഇല്ല. കസ്റ്റമർ ആണോ പെണ്ണോ? ആണ്. പീറ്റർ, എന്തെങ്കിലും പെശകുള്ള കേസാണെങ്കിൽ ഞാൻ നിന്റെ സഹായം തേടുവോ? നീ അറിയാതെയാണ് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ? സംഭവിച്ചിരിക്കാം, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വരട്ടെ. ക്യാപ്റ്റൻ സാർ, ശരിയായ പേരോ അഡ്രസ്സോ പറയാത്തൊരാൾ, ആ ടൈറ്റിൽ എനിക്ക് അത്ര സൂചിച്ചില്ല കേട്ടോ. അല്പം ബുദ്ധിമുട്ടിട്ടാണെങ്കിലും മനസമാധാനത്തോടെ ഒരു സ്ഥാപനം നടത്തി വന്നിരുന്ന എന്നെ നിങ്ങളെ നിർബന്ധിച്ച് പുലിവാലി പിടിപ്പിച്ചു. അതിപ്പോ എനിക്ക് വിനയായി. അതിനിപ്പോ എന്ത് സംഭവിച്ചു? നമ്മുടെ കോൺട്രാക്ട് അവസാനിച്ചില്ലേ? അത് അവസാനിച്ചു. ഇപ്പൊ പുതിയൊരെണ്ണം തുടങ്ങിയിരിക്കുകയാണ്. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സിന് പോലീസ് എന്നെ ക്ഷണിച്ചിരിക്കുക. മനസ്സിലായില്ലേ? 2 ദിവസം മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ച പെണ്ണുമായിട്ട് നിങ്ങൾ സംസാരിച്ചെന്ന്. പക്ഷെ അവൾ അതിന് എത്രയോ മുമ്പ് മരിച്ച് കത്തിക്കരിഞ്ഞിരുന്നു.
എന്ന് മറിമായല്ലേ? ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്റെ പൊന്നു പെങ്ങളെ, അവള് സത്യം പറ. എന്നെ വെറുതെ പുലിവാല പിടിപ്പിക്കാതെ. നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവൂല. അഭിനയിക്കുന്നവർക്ക് എങ്ങനെയാ മനസ്സിലാവുന്നേ? സിയെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അയാൾ എന്നോടാ ചോദിക്കുന്നേ. ഏതാണ് ഞാൻ അന്വേഷിക്കുന്ന പെണ്ണ്? എന്തിനാണ് അവളെ അന്വേഷിക്കുന്നത്? ആരാണ് എന്നെ അവളെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്? ഇതൊക്കെ അയാൾക്ക് അറിയണം. എന്റെ പേര് നിങ്ങൾ പറഞ്ഞു. നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് പൊടിയും തൂത്ത് എനിക്ക് പോകാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ, ആരോടും പറയില്ല. നിങ്ങൾക്കറിയോ, ചെറുപ്പത്തിൽ വല്ലപ്പോഴും ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോകുമ്പോ സാറിനോട് പറഞ്ഞിട്ടുള്ള നുണയല്ലാതെ കാര്യമായിട്ട് ഒരു നുണയും പറയാത്തവനാ ഞാൻ. ഞാനിന്ന് കള്ളം പറഞ്ഞു. അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട്, നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ ഏറെയൊന്നും പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. അവർ ശരിക്കും നിർബന്ധിച്ചാൽ എനിക്ക് സത്യം പറയേണ്ടി വരും. വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. 2 ദിവസം മുമ്പ് ആ പെണ്ണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു എന്ന് പറയുന്നത് കള്ളമല്ലേ? പറയൂ, കള്ളമല്ലേ? എന്തിനാ കള്ളം പറഞ്ഞത്? പറയൂ. രാജി എന്ന പേരുള്ള പെണ്ണ് മരിച്ചെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ഭയമായി. എന്നെ സംശയിക്കുമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ നുണ പറഞ്ഞത്. പക്ഷേ സത്യമായിട്ടും ആ മരണവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്തിനാ നിങ്ങൾ ആ പെണ്ണിനെ അന്വേഷിച്ചത്? എന്റെ അച്ഛനെ കുറിച്ച് എന്തോ രഹസ്യം അവളുടെ പക്കലുണ്ട്. അവള് ചോദിച്ച കാശ് കൊടുത്തില്ലെങ്കിൽ അത് പുറത്താക്കുമെന്ന് പറഞ്ഞ് അവൾ എന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ ഞങ്ങളുടെ വക്കീലിനെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തത്. ആ പെണ്ണിനെ കുറിച്ച് ലേതയ്ക്ക് എന്തെങ്കിലും അറിയോ? ഇല്ല. അച്ഛനെ കുറിച്ചുള്ള രഹസ്യം എന്താണെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ലേത ആ പെണ്ണിനെ കുറിച്ച് അറിയാനിടയായത്. അതുകൊണ്ട് അറിയുന്ന സത്യം പോലീസിനോട് തുറന്നു പറയുന്നതാണ് നേരായ വഴി. മറിച്ച് പോലീസ് ലതയും ഈ സ്ത്രീയുമായുള്ള ബന്ധം ഏതെങ്കിലും തരത്തിൽ അറിയാനിടവന്നാൽ അവർ നൽകുന്ന വ്യാഖ്യാനം തന്നെ വേറെ ആയിരിക്കും. ടു ബി വെരി ഫ്രാങ്ക്, യഥാർത്ഥ കുറ്റവാളി അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലതയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലീസിനോടെല്ലാം തുറന്നു പറഞ്ഞേക്കും. ഞാൻ എപ്പോ എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അറിയിക്കാം. തൽക്കാലം ലത അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. വരട്ടെ. എല്ലാം പോലീസിനോട് തുറന്നു പറഞ്ഞാൽ യു ആർ ഫ്രീ. പിന്നെന്താ പ്രോബ്ലം? ഞാൻ ഫ്രീ ആവും. പക്ഷെ ആ പെണ്ണിന്റെ കാര്യോ? ഒരു തുമ്പും കിട്ടാത്ത കേസില് ലത ഇത്രയും തെളിവുമായിട്ട് പോലീസിനെ സമീപിച്ചാൽ അവരവളെ വെറുതെ വിടുവോ? എത്രയൊക്കെ ആയാലും നമ്മുടെ പോലീസല്ലേ, നല്ല മക്കളാണ്. വാദ്യ പ്രതിയാകാൻ എത്ര നേരം വേണം വക്കീലേ? തന്റെ സുഹൃത്തല്ലേ പീറ്റർ? എല്ലാവരും പീറ്റർ ആണോന്നില്ലല്ലോ. അവന്റെ മുകളിലും ഇല്ലേ ഓഫീസേഴ്സ്? അതും ശരിയാ. ഒരു കാരണവുമില്ലാതെ തന്നെ പോലീസ് പത്രങ്ങളും ചേർന്ന് വേണ്ടാത്തതൊക്കെ കുത്തിപ്പൊക്കും. അപ്പൊ അല്പം പുകയോടെ ഉണ്ടെ പിന്നെ ചോദിക്കാനുണ്ടോ? അതോടെ രോഗിയെ അവളുടെ അച്ഛനെയും കുടുംബത്തെയും നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തെയും ഒക്കെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ലത പോലീസിനോട് തുറന്നു പറയാമെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് മടിച്ചത്. ഇനി ഒരു പക്ഷേ അവൾ ഏതെങ്കിലും തരത്തിൽ ക്രൈവുമായി, അല്ല എന്റെ ഒരു സംശയമാ. ആ ആംഗിളിൽ ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് അവളുടെ ഉള്ളെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോലീസിനോട് പറയാമെന്ന് പറഞ്ഞത്. അല്പമെങ്കിലും ഗിൽറ്റി ആണെങ്കിൽ പോലീസിനോട് പറയാമെന്ന് അവൾ സമ്മതിക്കുമോ? അത് ശരിയാ. ഇനി എന്താ ഒരു പോംവഴി? എത്ര നാൾ അവരിൽ നിന്ന് ഒളിച്ചു വെക്കും? തൽക്കാലം പോലീസിന് എന്നെയാ സംശയം. എന്നിൽ കൂടി അവർക്ക് ലതയിൽ എത്തിച്ചേരാൻ പറ്റൂ. അപ്പൊ പിന്നെ ഞാൻ സൂക്ഷിച്ചാ പോരെ? ഹലോ. ഉണ്ട്. റോസ്മേരിയ. ഹലോ. ഞാൻ എന്താ? മാലിനി ഫോൺ ചെയ്തിരുന്നു. സാറിനെ അത്യാവശ്യമായിട്ട് കാണണം, 3 മണിക്ക് ഓഫീസിൽ വരുമെന്ന്. ശരി, ഞാൻ എത്തിക്കോളാം. ആരാ? എന്താ കാര്യം? 3 മണിക്ക് ലതയുടെ അനിയത്തി മാലിനി എന്നെ കാണാൻ വരുന്നു. എന്തിനാ? അവൾക്കെന്താ പ്രോബ്ലം? എല്ലാവർക്കും പ്രോബ്ലം തന്നെയാണ് വക്കീലേ. ഏതായാലും നല്ല ക്ലയന്റിനെയാണ് എന്റെ അടുത്തേക്ക് വിട്ടത്. ഇനി ഇതുപോലെ കുരിശു വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ടേരെ, മടിക്കണ്ട. അതിന് മാലിനിയെ തന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ഞാനല്ലടോ. ശരി, വരട്ടെ. ക്യാപ്റ്റൻ സാറേ, വിശ്വാമിത്രന്റെ തപസ് ഇളകുവോ? വേല മനസ്സിലിരിക്കട്ടെ വക്കീലേ. ഇതിലും വല്ലേ പെരുന്നാൾ വന്നിട്ട് ബാബ പള്ളി പോയിട്ടില്ല, പിന്നല്ലേ ഇത്.